ഇന്ത്യയുടെ ദക്ഷിണേന്ത്യൻ വ്യോമമേഖലാ സ്ഥാപനം സ്ഥാപിച്ചതിൻ്റെ 40ാം വാർഷികമാണ് ആഘോഷിക്കപ്പെടുന്നത്. ഇതിൻ്റെ ഭാഗമായി വ്യോമസേനയുടെ വിവിധ പരിപാടികൾ തിരുവനന്തപുരത്ത് നടക്കുകയാണ്. ഇപ്പോൾ ഞാനുള്ളത് ശംഖുമുഖത്താണ്. ഇവിടെ സാരംഗ് ഹെലികോപ്റ്ററിൻ്റെ പ്രകടനവും അതോടൊപ്പം തന്നെ ഇന്ത്യൻ വ്യോമസേനയുടെ മോക്ക് ഡ്രില്ലും ഇവിടെ നമുക്ക് കാണാം. വ്യോമസേനയുടെ F-17 ഹെലികോപ്റ്ററിൽ 12 അംഗ ഗരുഡ സംഘങ്ങൾ ഇറങ്ങിയതോടെയാണ് പരിപാടിക്ക് തുടക്കമായത്. അവരുടെ അഭ്യാസ പ്രകടനമായിരുന്നു ആദ്യം. പിന്നീട് നടന്നത് ശംഖുമുഖത്തെ ആകാശ വിസ്മയത്തിലെത്തിച്ച ഷോ ആയിരുന്നു. സാരംഗ് ഹെലികോപ്റ്ററിൽ 3 മലയാളികളടക്കം ഉണ്ടായിരുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത.
Hello Trivandrum, I am Group Captain S.K. Mishra, Commanding Officer of Sarang Helicopter Display Team of the Indian Air Force. We are very happy to be in Trivandrum, to be performing here. We have been here for the last 3-4 days. Thank you for the lovely audience and the cheer that you gave gave to us, and we are very happy to be performing here. Some last days were so cloudy, so is there any... Yeah, weather was a bit iffy, but that is how Kerala is, God's own country, and it was lovely flying in the greens next to the coastline. We had a wonderful time. I hope Trivandrum enjoys as well. Very risky section is the cross section. How you feel that time? How is the heartbeats together, sir? It's all because of my team, efficient team, very well trained. So we train for that, and no missions are risky, but nothing is impossible if we train good. Can you please brief about the helicopter? Yeah, we are the only 5 helicopter military display team, and our team comprises about 16 pilots. We have 4 engineering officers and a commentator, and we perform around India and abroad as well. And we are based at Sulur in Coimbatore, Tamil Nadu. Last time we performed when in the Singapore. Yeah, Singapore. Yeah. Last foreign display was in Singapore in the year in the month of February this year. This is wonderful that the Sarang is Indian-made one. The advance is coming. The foreign countries wants to purchase that. So how's the performance? Okay, the Sarang team flies the advanced light helicopter. It's made in India, made by Hindustan Aeronautics Limited. It was made in the year 2002. It's very reliable aircraft, very maneuverable, versatile, and you can see the performance we did. So all thanks to the aircraft that we are flying. We are enjoying from the land. How you feel in the air? It's as good as from the ground as from the air. So it feels good when we see people down below and they are equally happy and cheering for us. സാരംഗിൻ്റെ സ്ക്വാഡ് അംഗങ്ങളായ രാഹുലും സച്ചിനും കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ആദ്യം രണ്ടുപേർക്കും അഭിനന്ദനങ്ങൾ, അടിപൊളിയായിട്ടാണ് പറത്തിയിരുന്നത്. താങ്ക് യു. രണ്ടുപേരും ഒരേ ഹെലികോപ്റ്ററായിരുന്നു പറത്തിയത്? അല്ല, ഞാൻ നമ്പർ 1-ലായിരുന്നു, സച്ചിൻ നമ്പർ 2-ലായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു ക്രോസ്? ഇവിടെ കേരളത്തിൽ ആദ്യമായി നടത്തുന്ന രണ്ടുപേരും തിരുവനന്തപുരത്താണ്. അപ്പം ഈ നാട് മുകളിൽ നിന്ന് കാണാൻ, അല്ലെങ്കിൽ അതിൻ്റെ മുമ്പിലൊരു അഭ്യാസ പ്രകടനം നടത്താൻ കഴിഞ്ഞു അല്ലേ? അതൊരു വലിയ ഭാഗ്യം തന്നെയാണ്. ജനിച്ചോളം നാട്ടിൽ ഡിസ്പ്ലേ ചെയ്യാൻ പറ്റുന്നത് വളരെ ഭാഗ്യം തന്നെയാണ്. രാഹുൽ എങ്ങനെ തോന്നുന്നത്? ഇത് വളരെ യൂണിക്കായിട്ടും ഭാഗ്യമുള്ളൊരു എക്സ്പീരിയൻസ് ആണ്. സ്വന്തം നാട്ടിൽ ജനിച്ചു വളർന്ന നാട്ടിൽ ഇത് ചെയ്യുക എന്നും നമ്മുടെ നാട്ടുകാരുടെ മുമ്പിൽ ഇത് പ്രദർശിപ്പിക്കുക എന്നുള്ളത് വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. രണ്ടുപേരും ഒരു ഫാമിലി വന്നിരുന്നു പരിപാടി? എൻ്റെ ഫാമിലി ഇവിടെ തന്നെ ഉണ്ട്, പക്ഷേ ഞാനിതുവരെ കണ്ടില്ല. ഇത് കഴിഞ്ഞിട്ട് പോയി മീറ്റ് ചെയ്യണം. ഇവിടെ എൻ്റെ അച്ഛനും ചേച്ചിയും വന്നിട്ടുണ്ട്. അവരെ ഞാൻ സംസാരിച്ചു. അവർ വളരെ ഹാപ്പിയാണ്. ആൻഡ് ആദ്യമായിട്ടാണ് അവർ കാണുന്നത്. അവർ വളരെയധികം സന്തോഷമായിരുന്നു ഇത് കണ്ടിട്ട്. എത്ര കാലമായി സാരംഗിൻ്റെ ഭാഗമായിട്ട്? ഞാൻ സാരംഗിൽ ജോയിൻ ചെയ്തിട്ട് 1 വർഷത്തിൽ കൂടുതലായി. സച്ചിൻ ഐ തിങ്ക് 2 വർഷമായി. ഈ ഇതിലേക്ക് എത്തിയൊരു പരിശീലനമൊക്കെയാണ് സാധാരണ പൈലറ്റ് പോലെ അല്ലല്ലോ, കുറച്ചുകൂടെ ടഫാണല്ലോ, കാരണം ക്രോസിങ്ങും വൈൻഡിങ്ങും ഒക്കെ ഉള്ള സാധനങ്ങളാണല്ലേ? അതെ, ഇതിന് വളരെ സ്ട്രിക്റ്റ് ആയിട്ടും ഇലാബറേറ്റീവ് ആയിട്ടുള്ളൊരു സിലബസ് തന്നെയുണ്ട്. അപ്പോൾ ഇറ്റ് ടേക്സ് ഇറ്റ്സ് ടൈം. അപ്പോൾ അത് ഞങ്ങളിപ്പോൾ ബേസിലാണെങ്കിലും ബാക്കി സ്ഥലത്താണെങ്കിലും ഞങ്ങളത് കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം ഇതിലേക്ക് വരാനായിട്ട് ഞങ്ങളാരും, സച്ചിൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു പുതിയ യൂണിറ്റല്ല. അപ്പം എല്ലാവരും നല്ലവണ്ണം ബാക്കിയുള്ള ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉള്ളവരാണ് ജനറലി സാരംഗ് ടീമിലേക്ക് വരുന്നത്. വന്നു കഴിഞ്ഞാലും ഇവിടെ വന്നിട്ട് ഇവിടുത്തെ ഫ്ലൈങ് എന്ന് പറഞ്ഞാൽ വേറെ എങ്ങും കിട്ടാത്തൊരു ഡിഫറെൻറ്റ് ഫ്ലൈങ് ആയതുകൊണ്ട് കഠിനമായ പരിശീലനം തന്നെയാണ്, കണ്ടിന്യൂസ് ആയിട്ടും കഠിനമായ പരിശീലനം തന്നെയാണ്. അത് ഏത് സീനിയറിൽ വന്നാലും അവരെല്ലാവരും ആ ഒരു പ്രോഗ്രാം കൂടെ ഭയങ്കര സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ഇതിൻ്റെ ലേണിംഗ്, ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അപ്പം അത് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്താൽ മാത്രമേ ഞങ്ങളിപ്പോൾ ഇന്ന് ചെയ്ത ഡിസ്പ്ലേ പോലെ ഡിസ്പ്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ഞങ്ങൾ ഇപ്പം ഞങ്ങളുടെ ബേസ് സുലൂറാണ്. അപ്പം ഒന്നുകിൽ ഞങ്ങൾ സുലൂറാണെങ്കിലും ഞങ്ങൾ ഇത് തന്നെയാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. ഞങ്ങൾ ഡിറ്റാച്ച്മെൻറ്റ് പോകുമ്പോഴും ഞങ്ങൾ അഡക്വേറ്റായിട്ടുള്ള പ്രിക്കോഷൻസും എടുത്ത് ഇതുപോലെ പ്രാക്ടീസ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഡിസ്പ്ലേ ചെയ്യുന്നത്. ഇതിപ്പം അധിക ദൂരം ഈ ഹെലികോപ്റ്റർ സഞ്ചരിക്കുമ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു കപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെ? ഇതിനൊരു ഫുൾ ടാങ്കിൽ വി ക്യാൻ ഫ്ലൈ ഫോർ ഓൾമോസ്റ്റ് 3 hours. അതുകൂടാതെ ഞങ്ങൾക്കൊരു ഓക്സിലറി ടാങ്ക് കൊണ്ടുണ്ട്. അപ്പോൾ മാക്സിമം 3-3:45 hours വി ക്യാൻ ഫ്ലൈ. അപ്പം എത്ര ദൂരം ഏകദേശം ഇവിടുന്ന്? മാക്സിമം പോകാൻ പറ്റുന്നത് ഇപ്പോൾ സുലൂർ, ഞങ്ങൾ മുകളിൽ സുലൂറിൽ നിന്ന് ഹൈദരാബാദാണ് ഞങ്ങൾ സാധാരണ മാക്സിമം ഫ്ലൈ ചെയ്യുന്നത്. അതിൽക്കുള്ള ഫ്ലൈ ചെയ്യാറില്ല. അപ്പോൾ അതായത് കാരണം അതിൻ്റെ എൻഡ്യൂറൻസും ബാക്കി ഞങ്ങൾക്ക് ഒരുപാട് ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്യാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് മാക്സിമം ഒരു 3.5 hours ആണ് മാക്സിമം ഫ്ലൈ ചെയ്യുന്നത്. ഞങ്ങൾ ഫ്ലൈ ചെയ്യുന്ന ഒരു 210 kmph ആണ്. അപ്പം ആ ഒരു ഡിസ്റ്റൻസ് മാക്സിമം കവർ ചെയ്യുന്നത് ഇപ്പം നോക്കുകയാണെങ്കിൽ സുലൂർ ടു ഹൈദരാബാദാണ് മാക്സിമം ഞങ്ങൾ കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ് ഇൻ വൺ ഗോ. അത് കഴിഞ്ഞിട്ട് റിഫ്യൂൽ ചെയ്തിട്ട് then we again. അതേപോലെ ഇവിടെ എന്തൊക്കെയായിരുന്നു നിങ്ങൾ ക്രോസും അല്ലാതെ വേറെ എന്തൊക്കെയായിരുന്നു ഇവിടെ പ്രകടിപ്പിച്ചിരുന്നത് ഈ ഒരു പ്രദർശന ഭാഗമായി ഒരുക്കിയിരുന്നത്?
മനസ്സിലായില്ലേ? എന്തൊക്കെയായിരുന്നു ഇവിടെ ഡിസ്പ്ലേയിൽ നമ്മൾ കാണിച്ചിരുന്നത്? ഇപ്പം ഡിസ്പ്ലേയിൽ ഞങ്ങൾക്കൊരു സെറ്റായിട്ടുള്ളൊരു ഇതുണ്ട്, ഞങ്ങൾക്ക് എൻട്രി ഓരോ മനൂവേഴ്സ് ഉണ്ട്. അപ്പം അതിനെല്ലാം ഒരു 15 മിനിറ്റിൻ്റെ ഒരു ബ്ലോക്കാണ് ഞങ്ങൾ എടുക്കുന്നത്. അപ്പം അതിൽ ഞങ്ങൾ അറൗണ്ട് 14 to 15 മനൂവേഴ്സ് ആണ് തരും. അപ്പം അത് വന്ന് അത് ഞങ്ങൾ കറക്റ്റായിട്ട് ഞങ്ങൾ ചെയ്യുന്നു. അതാണ് അങ്ങനെ. പക്ഷേ കാരണം മനൂവേഴ്സിൻ്റെ പേര് പറഞ്ഞാൽ അത് മനസ്സിലാവില്ല. അപ്പം ഇറ്റ്സ് എ സെറ്റ് പാറ്റേൺ ദാറ്റ് വി ഡു. അപ്പോൾ നിങ്ങൾ കാണുമ്പോഴത്തേക്കും അത് നിങ്ങൾക്ക് ആ ഒരു ഭംഗിയുണ്ടാകും. ഇപ്പോൾ ഞങ്ങളൊക്കെ ഗ്രൗണ്ടിൽ നിന്നാണ് കണ്ടിട്ടുള്ളത്. മുകളിൽ പോയി എങ്ങനെയാണ് ഇതിൻ്റെ ഒരു വിസ്മയം എങ്ങനെയാണ്? മുകളിൽ ഞങ്ങൾ ഭംഗി ആസ്വദിക്കാനും കൂടുതൽ ഞങ്ങളിത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഭംഗി തോന്നുന്നു അങ്ങനെ ചെയ്യാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. അപ്പം അത് ഈ കാറ്റും അതും എല്ലാം അനുസരിച്ചുള്ള വ്യത്യാസങ്ങളും ഞങ്ങളുടെ ക്യാപ്റ്റൻസിനോടുള്ള ഒരു ഇൻപുട്ട് കൊടുക്കണം. അപ്പം ഒരാളെപ്പോഴും പുറത്ത് മറ്റേ ഹെലികോപ്റ്റർ എവിടെയാണ്, എത്ര അടുത്താണ്, എന്ത് ദൂരെയാണ്, ക്രൗഡ് എവിടെയാണെന്നാണ് നോക്കുക. അപ്പം രണ്ടാമത്തെ ആളിരിക്കുന്നത് എയർക്രാഫ്റ്റിൻ്റെ പാരാമീറ്റേഴ്സ് എങ്ങനെയാണ്, എഞ്ചിൻ കറക്റ്റ് ഓടുന്നുണ്ടോ, ബാക്കി എന്തെങ്കിലും വാർണിങ്സ് വരുന്നുണ്ടോ, അതെല്ലാം. അപ്പം അതൊരു ട്രസ്റ്റായിട്ട് ഒരു ടീമായിട്ടാണ് ഇത് പെർഫോം ചെയ്യുന്നത്. ഇവിടുന്ന് പറന്നു ഉയർന്നത് മുതൽ ഇറങ്ങുന്നവരെ ഒരേ വേവ് ലെങ്ത്തിൽ പോകണം അല്ലേ? അതെ, ജോഷായിട്ട് തന്നെ ഇരിക്കണം, അതേ ഉള്ളൂ. സാരംഗ് ടീമിന്റെ പരിപാടിയൊക്കെ ഇഷ്ടപ്പെട്ടു? വളരെ നന്നായിരുന്നു. What do you feel about the children? It feels amazing. We are here to motivate these people only, and they are so motivated and full of enthusiasm. It's amazing being here. Thank you. Thank you. Okay, 3 cheers for Sarang. എങ്ങനെയുണ്ടായിരുന്നു സാരംഗ് ടീമിന്റെ പെർഫോമൻസ് ഒക്കെ കണ്ടിട്ട് ഇഷ്ടമായോ? സൂപ്പറായിരുന്നു, ഇഷ്ടപ്പെട്ടു. ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട എന്തായിരുന്നു? അവരെ നല്ലൊരു പുതിയ അനുഭവമായിരുന്നു. ആ കമാൻഡർ ഫോഴ്സിൻ്റെ ആ ഹെലികോപ്റ്ററിന് ഇറങ്ങി വന്നിട്ടുള്ള ഒരു ഡെമോൺസ്ട്രേഷനാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. പിന്നെ ഈ ഹെലികോപ്റ്ററിൽ 5 ഹെലികോപ്റ്ററും കൂടിയുള്ള അതും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇനി ഭാവിയിൽ എന്താണ് ഇത്തരത്തിൽ സാരംഗിന്റെ ഭാഗമാണോ എയർഫോഴ്സിന്റെ ഭാഗമാണോ ഒക്കെ ആഗ്രഹിക്കുന്നുണ്ടോ? എയർഫോഴ്സിൽ ചേരാൻ ആഗ്രഹമുണ്ട്. ഉറപ്പായിട്ട് ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് എങ്ങനെയായിരുന്നു ഈ ഒരു പെർഫോമൻസ് ഒക്കെ ഇഷ്ടപ്പെട്ടോ? അടിപൊളിയായിരുന്നു. വന്നതിൽ വളരെ സന്തോഷമാണല്ലേ? പിന്നെ കൊള്ളാന്ന് പറഞ്ഞാൽ അത്ര കിടിലം പരിപാടിയായിരുന്നു. NCC കയറിയതിൽ സന്തോഷമുണ്ട്. ഇത്രയും കിടിലം പരിപാടി പങ്കെടുക്കാൻ പറ്റിയതിൽ നല്ലൊരു അവസരമായിരുന്നു കാണാൻ. ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട എന്തായിരുന്നു? ഹെലികോപ്റ്ററിൻ്റെ കിടക്കുന്ന ഹെലികോപ്റ്ററിൻ്റെ പ്രകടനം നല്ല രസമായിരുന്നു. സാരംഗ് ടീമിന്റെ അവരെ പരേഡും പറയാൻ പറ്റില്ല, അത്രയ്ക്ക് രസമുള്ള പരിപാടിയായിരുന്നു. കിടിലമായിരുന്നു, ഒരു രക്ഷയില്ല. സാരംഗിന്റെ സ്ക്വാഡിംഗ് ലീഡർ അൻമോൾ ഇപ്പോൾ നമുക്കൊപ്പം ശരിയാണ്. എങ്ങനെയായിരുന്നു ഈ ഒരു ആദ്യം ചോദിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ഇതിലേക്ക് എത്തിയതെന്നുള്ളതാണ്. ഹായ്, ഞാൻ സ്ക്വാഡ് ലീഡർ ആൻമോൾ. ഞാൻ ബേസിക്കലി കോട്ടയത്ത് നിന്നാണ്, ബട്ട് ബോൺ ആൻഡ് ബോട്ടപ്പ് ബാംഗ്ലൂരാണ്. അപ്പം ഇതിന് ഇന്ത്യൻ എയർഫോഴ്സിൽ കയറണമെങ്കിൽ ഞാൻ ജോയിൻ ചെയ്ത പ്രൊസീജിയർ എന്ന് വെച്ചത് AFCAT എക്സാം കൊടുത്തിട്ടാണ് കയറിയത്. അത് കഴിഞ്ഞ് SSB കൊടുക്കും. അങ്ങനെയാണ് ഞാൻ ഇന്ത്യൻ എയർഫോഴ്സിൽ കയറിയത്. എനിക്കിപ്പം 9 years സർവീസായി. അത് കഴിഞ്ഞിട്ടാണ് ഞാനിപ്പം സാരംഗ് ടീമിൽ ജോയിൻ ചെയ്യുന്നത്. ഇവിടെ ഗ്രൗണ്ട് എഞ്ചിനീയറിംഗ് ആണ് വർക്ക് ചെയ്യുന്നത്. അപ്പം മെയിൻ്റെനൻസ്. അപ്പം മുകളിൽ പറക്കുന്നു. അപ്പോൾ താഴത്തുള്ള കമ്മ്യൂണിക്കേഷൻ സാധനങ്ങളൊക്കെ എങ്ങനെയാണ് ഇത് പ്രിപ്പയർ ആക്കുന്നത്? എങ്ങനെയൊക്കെയാണ് ഈ സാരംഗ് ടീം? ഞങ്ങൾ ബേസിക്കലി എയർക്രാഫ്റ്റ് എഞ്ചിനീയേഴ്സാണ്. ഞങ്ങളാണ് ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പം ബിഫോർ ദേ ഡു എ ഡിസ്പ്ലേ എയർക്രാഫ്റ്റ്, വി ഡു എ ലോട്ട് ഓഫ് ഫ്ലൈറ്റ് കൺട്രോൾ ചെക്സ്. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇവരെ എയർക്രാഫ്റ്റ് ഓഫർ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് വി എൻഷുർ ദാറ്റ് ദേ ലാൻഡ് ബാക്ക് വെരി സേഫ്ലി. ഏറ്റവും ഒരു എഞ്ചിനീയർ ചോദിക്കാൻ പറ്റുന്ന ചോദ്യം ചോദിക്കുന്നത്, എന്ത് മറ്റ് ഹെലികോപ്റ്ററായി സാരംഗ് ഹെലികോപ്റ്ററിൻ്റെ വ്യത്യാസം എന്ന് ചോദിക്കുന്നത്? ഇറ്റ് ഈസ് എൻ ഇൻഡിജിനൈസ്ഡ് ഹെലികോപ്റ്റർ, HAL മെയ്ഡ് ഹെലികോപ്റ്ററാണ്. അപ്പോൾ ഇത് നമ്മൾ സ്വന്തമായിട്ടുണ്ടാക്കിയ ഒരു ഹെലികോപ്റ്ററായ കാരണം അതിൻ്റേതായ ഒരു പ്രത്യേകതയുണ്ട്. നാട് എവിടെയായിരുന്നു? നാട് കോട്ടയത്ത്. അപ്പോൾ ഈ എയർഫോഴ്സിലേക്ക് വരുമ്പോൾ വീട്ടുകാരൊക്കെ എന്തെങ്കിലും ആദ്യം പറഞ്ഞിരുന്നോ ഇങ്ങനെ? ഇല്ല, അങ്ങനെയൊന്നും അവർക്കൊന്നും അറിയത്തില്ലായിരുന്നു. പക്ഷേ ഐ ആം ദ ഫസ്റ്റ് വൺ ഇൻ മൈ ഫാമിലി. ഇവിടെ ട്രിവാൻഡ്രത്തുണ്ടോ? ട്രിവാൻഡ്രത്തല്ല, അവർ കോട്ടയത്താണ്. അല്ല, പരിപാടി കാണാൻ വന്നിട്ടുണ്ടോ? ഇല്ല, പരിപാടി കാണാൻ വന്നിട്ടില്ല. ഇതിനു മുമ്പ് എവിടേക്കായിരുന്നു ഈ സാരംഗിൻ്റെ ഭാഗമായിട്ട് പോയത്? ആ എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയായിരുന്നു? ഇവിടെ വിത്തിൻ ഇന്ത്യ തന്നെ കുറേ സ്ഥലത്തും പോയി. ഇപ്പം ഞാൻ വന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾ ദുബായും സിംഗപ്പൂറും പോയിട്ടുണ്ട്, ഔട്ട്സൈഡ് ദ കൺട്രിയിലാണ്.
So this is the first time occasion that Air Force is connecting with the Lulu Mall, and this is the best mall in the country. And we are so pleased that Air Force could put up a show over here, and it will connect to the masses, connect to the local youth. Thank you very much for hosting this wonderful event for the Indian Air Force. We are very glad to be here in Lulu Mall. ഇത് ഗരുഡിനെ കൂടാതെ മറ്റ് പല സ്റ്റോളുകളും ഇതിലുണ്ട്. മെയിൻ ഒരുപാട് പേര് ഇത് അട്രാക്ട് ചെയ്യപ്പെടുന്നത് ഞങ്ങളെ സ്പെഷ്യൽ ഫോഴ്സ് യൂസ് ചെയ്യുന്ന വെപ്പണറിയും സ്പെഷ്യൽ എക്യുപ്മെൻറ്റും അത് കാര്യങ്ങൾ കാണുന്നതിന് വേണ്ടിയാണ്. ഞങ്ങളെ മെയിൻ എയിം എന്ന് വെച്ചാൽ ഇത് മാക്സിമം യൂത്തിനെ അട്രാക്ട് ചെയ്യുക, ഫോഴ്സിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി. അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. നമ്മൾ ഈ കോൾ ഓഫ് ഡ്യൂട്ടിയിലും അങ്ങനെയൊക്കെ ഇത് കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഈ വെപ്പൺസ് ഒക്കെ നേരിട്ട് കാണാനായിട്ട് ഒരു പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, നല്ലതായിരുന്നു. ഇതൊക്കെ ഇങ്ങനെ കാണാൻ ഒരു അവസരം കിട്ടിയത് വളരെ സന്തോഷമുണ്ട്. ഇവർ ഇത്രയും കഷ്ടപ്പെട്ട് ഇങ്ങനെ ചെയ്യുന്നത് നമുക്ക് അഭിമാനവും കൊള്ളുന്നുണ്ട്, നല്ലൊരു എൻകറേജ്മെൻറ്റ് കൂടാണ്. This is a first kind of association with Indian Air Force. Last time we did with Indian Army, Lulu Mall, business Lubri, youngsters to know more about Indian Air Force and to encourage them to be part of Indian defense.
സാരംഗ് ടീമിന്റെ അത്യുഗ്രൻ ആകാശവിസ്മയമായിരുന്നു ശംഖുമുഖത്ത് നടന്നത്. കാഴ്ചക്കാരെല്ലാം തന്നെ അതിശയിച്ചു നിന്നുപോയി. ക്യാമറമാൻ പത്മകുമാറിനൊപ്പം രജീഷ് നരിക്കുനി, സി മലയാളം ന്യൂസ്, തിരുവനന്തപുരം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.